ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെസ്റ്റ് പരമ്പരയിലെ തോൽവിയുടെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോൾ ഇതാ ഏകദിന പരമ്പരയിലും 1-1 എന്ന ഘട്ടത്തിലാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പര. മൂന്നാം മത്സരം വിശാഖപട്ടണത്ത് നടക്കും. ഇത് അഭിമാന പ്രശ്നമാണ്. അതുമാത്രമല്ല, തോൽവി വഴങ്ങിയാൽ വലിയൊരു നാണക്കേടാണ് ഇന്ത്യക്കുണ്ടാകുക. മികച്ച ടീമാണ് സൗത്ത് ആഫ്രിക്ക. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ മികച്ച പോരാട്ടമാണ് ഈ ഏകദിന പരമ്പരയിൽ സൗത്ത് ആഫ്രിക്കൻ ടീം ഉടനീളം നടത്തിയത്. വാലറ്റം വരെയും ബാറ്റ് ചെയ്യുന്ന സൗത്ത് ആഫ്രിക്ക മികച്ച ബാറ്റിംഗ് ഡെപ്തും ബോളിംഗുമാണ് ഫീൽഡിങ്ങിലും മികവ് പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കാമെന്ന വ്യാമോഹം ഇന്ത്യക്കില്ല. ഓപ്പണിംഗിൽ റൺസ് വരാത്തതാണ് ഇന്ത്യക്ക് മറ്റൊരു കുഴപ്പം. ജയ്സ്വാളിന്റെ ബാറ്റിൽ നിന്ന് മികച്ച തുടക്കം ലഭിക്കുന്നുണ്ടെങ്കിലും അത് മുതലാക്കാൻ താരത്തിനാവുന്നില്ല. രോഹിത് ശർമ്മയും ജയ്സ്വാളും ചേർന്നൊരു മികച്ച പാർട്ട്ണർഷിപ്പാണ് എല്ലാ ക്രിക്കറ്റ് ആരാധകരും ഉറ്റുനോക്കുന്നത്. വിരാട് കോഹ്ലി മികച്ച പ്രകടനമാണ് കഴിഞ്ഞ 2 മത്സരത്തിലും നടത്തിയിട്ടുള്ളത്. സെഞ്ചുറി പ്രകടനമാണ്. കൂടാതെ ഋതുരാജ് ഗെയ്ക്വാഡും മികച്ച പ്രകടനം നടത്തി. KL രാഹുലും ക്യാപ്റ്റന്റെ പണി ഭംഗിയായിട്ടാണ് നടത്തിയത്. എന്നാൽ മധ്യനിരയിൽ ഇന്ത്യക്ക് തെറ്റുപറ്റി. കഴിഞ്ഞ മത്സരത്തിൽ 400 മുകളിൽ പോകുമെന്ന് തോന്നിച്ചെങ്കിലും 358 റൺസ് എടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. മധ്യനിരയിലും വാലറ്റത്തിലും റൺസ് വരാത്തതാണ് ഇന്ത്യക്ക് കഷ്ടം. കൂടാതെ ബോളിംഗിൽ ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ വിക്കറ്റുകൾ വീഴ്ത്തുന്നില്ല. തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് മേൽക്കൈ നേടാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ എക്സ്ട്രാ റൺസ് ധാരാളം കൊടുക്കുന്നുമുണ്ട്. കൂടാതെ സ്പിന്നർമാരും മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. ഫീൽഡിങ്ങിൽ ഇന്ത്യ അമ്പേ പരാജയമായിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഫീൽഡിങ്ങിൽ മികച്ച പ്രകടനം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അതിൻ്റെ പോരായ്മ തീർത്ത് ഇന്ത്യ ഇറങ്ങുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരം മികച്ചൊരു ക്രിക്കറ്റ് മത്സരമായിരിക്കും. ഇത് ഇന്ത്യക്ക് അഭിമാന പോരാട്ടമാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.